ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാമത്തെ വാക്യം. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അവൻ്റെ പാർശ്വത്തിൽ എന്തു ചെയ്തു? കുന്തം കൊണ്ട് കുത്തി. ഇന്ന് ജൂൺ മാസം 14-ാം തീയതി, ഇന്ന് രാവിലെ ദിനപത്രം എടുത്തപ്പോൾ ഹൃദയഭേദകമായ രംഗമാണ്. അതായത് കുവൈറ്റിൽ ഫ്ലാറ്റിൽ തീപിടുത്തമുണ്ടായി. നിരവധി മലയാളികളടക്കം ഇന്ത്യക്കാർ തന്നെ 46-47 പേര്, 10-24 മലയാളികൾ. സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടാകാം. അതോടൊപ്പം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഒക്കെ ഉണ്ട്. അവിടെ തീപിടുത്തം മൂലം, തീപിടുത്തത്തിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല, അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണെന്ന് പറയുന്നുണ്ട്, ഗ്യാസ് ലീക്കായതാണെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇതാ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ചോക്ലേറ്റും ഈന്തപ്പഴവും പിസ്തയും ഒക്കെ ആയിട്ട് തിരിച്ചു വരുന്ന പ്രിയപ്പെട്ടവർക്ക് പകരം ഇന്ന് എംബാം ചെയ്ത മൃതദേഹങ്ങളാണ് പലരും സ്വീകരിച്ചത്. വീട് പണി ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാൻ പറ്റാത്തവർ, വിലയും കൂലിയും ഇല്ലാതിരുന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ജോലി കിട്ടി കയറിപ്പോയവർ, പുതിയ വീടിൻ്റെ പണി തീർന്നിട്ട് പരതാമസത്തിന് വരാൻ വേണ്ടി ഇരിക്കുന്നവർ, കല്യാണം ഉറപ്പിച്ച് ഇരിക്കുന്നവർ, അങ്ങനെ പലരും. ഒരു മുറിയിലെ അപ്പൻ തൊട്ടടുത്ത ഫ്ലാറ്റിലെ മുറിയിലെ മകനെ അന്വേഷിച്ചപ്പോൾ കാണാഞ്ഞ്, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവസാനം മോർച്ചറിയിൽ മകൻ്റെ മൃതദേഹമുണ്ടെന്നാണ് അറിഞ്ഞത്. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരാളെക്കുറിച്ച് അറിഞ്ഞത് ഇയാളെങ്ങനെ ഇതിൽപ്പെട്ടെന്നാണ്. അയാളുടെ മൃതശരീരം അവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ഹൃദയഭേദകമായ, നാടിനെ ഞെടുക്കുന്ന വലിയ ഒരു സംഭവം. ഞാൻ ഇന്ന് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയിൽ വചനം പ്രഘോഷിക്കാനായിട്ട് എന്നെ വിളിച്ചു. ഞാൻ വചനപ്രഘോഷണത്തിനിടയിൽ ശരിക്കൊന്ന് ഈ കാര്യം പങ്കുവച്ചപ്പോൾ ഒന്ന് വിതുമ്പിപ്പോയി. വചനം കേട്ടുകൊണ്ടിരുന്ന മനസാക്ഷിയുള്ള, ഹൃദയമുള്ള അവരുടെ മനസ്സെല്ലാം ഒരു നിമിഷം വിതുമ്പിയ അവസ്ഥകൾ. കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് സമാന വ്യത കൂട്ടത്തോടെ അല്ലെങ്കിലും ഗൾഫിൽ വെച്ച് എൻ്റെ മകളുടെ ഭർത്താവ് മരണമടഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വേദന അന്ന് ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞ ഇതാണ്. കഴിഞ്ഞ ലീവിന് വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി ആക്കിയപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതാ അടുത്ത വരവ് പെട്ടിയിലാക്കി മൃതദേഹമായിരിക്കും വരുന്നതെന്ന്. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ എല്ലാവരുടെയും കരളലിയിക്കുന്നത് പോലെ ഹൃദയഭേദകമായ ഒരു സ്വീകരണമാണ് മൃതദേഹം ഏറ്റെടുക്കേണ്ടി വന്ന അവസ്ഥ. അപ്പോൾ എനിക്ക് ഈ വേദനിക്കുന്നവരുടെ ദുഃഖമൊക്കെ കുറച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഹൃദയം പിളർക്കുന്ന നാടിൻ്റെ വേദന, ഒട്ടനവധി കുടുംബങ്ങളുടെ വേദന, വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി സ്വപ്നം കാണുന്ന പങ്കാളിമാരുടെ വേദന, മക്കളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളോടെ അന്യനാട്ടിൽ പോയ മക്കൾ, അവരെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ട മാതാപിതാക്കളുടെ വേദന, അപ്പനെ കാത്തിരിക്കുന്ന മക്കളുടെ വേദന, ഇങ്ങനെ എല്ലാം അസ്ഥാനത്തായി ചലനമറ്റ കത്തിക്കരിഞ്ഞ ശരീരങ്ങളാണ് നാട്ടിലേക്ക്, രൂപരാഹിത്യം വന്ന ശരീരങ്ങളാണ് നാട്ടിലേക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതോടൊപ്പം ചിറകരിഞ്ഞ വീണ ഒത്തിരി സ്വപ്നങ്ങളും. വീട് പണി ആരംഭിക്കാനിരുന്നവരും തറകെട്ടിയിട്ടിരുന്നവരുണ്ട്, രോഗികളായ മാതാപിതാക്കളുള്ളവരുണ്ട്, മക്കളെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഏതും പറക്കം പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ എന്തും ഒത്തിരി വേദനകളാണ്. ഇതാ ഹൃദയഭേദകമായ, കരളലിയിക്കുന്ന ആ വേദനയ്ക്ക് നടുക്ക് നിന്ന് പങ്കുചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. യോഹന്നാൻ 19:34 മറന്നു പോകരുത്. പടയാളികൾ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ഹൃദയത്തിൽ നിന്ന് എന്താ പുറപ്പെട്ടത്? രക്തവും വെള്ളവും പുറപ്പെട്ടു. നമുക്കറിയാം, ഒരു കുഞ്ഞിനെ ഒരമ്മ പ്രസവിക്കുമ്പോൾ എന്താണ് അവിടെ ഉള്ളത്?
അമിനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയും അല്ലേ. അപ്പോൾ രക്തത്തിലും വെള്ളത്തിലുമാണ് ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ഇതുപോലെ യേശുവിൻ്റെ രക്തത്തിലും വെള്ളത്തിലും സഭയെന്ന ശിശുവിനെ പിറക്കാൻ അനുവദിക്കുകയാണ്. ആദാമിൻ്റെ പാർശ്വം പിളർന്ന് ഹവ്വായെ പിറവി കൊടുക്കുമ്പോൾ, ഹവ്വായെ രൂപപ്പെടുത്തുമ്പോൾ, ഇതാ വീണ്ടും ദൈവശാസ്ത്രജ്ഞ പണ്ഡിതന്മാർ പറയുന്നുണ്ട് യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകിയ രക്തത്തെക്കുറിച്ചും ജലത്തെക്കുറിച്ചും. രക്തം വിശുദ്ധ കുർബാനയുടെ അടയാളമാണ്, ജലം മാമോദിസയുടെ അടയാളമാണ്. ഞാൻ സാധാരണ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതാണ്, രക്തത്തിൽ എന്തുണ്ട്? ജീവനുണ്ട്. ജലം എന്തിൻ്റെ അടയാളമാണ്? ജലം ആത്മാവാണ് എന്ന്. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജലിക്കണം. യോഹന്നാൻ 3:5-6 യോഹന്നാൻ 3:5-6 വാക്യങ്ങൾ പറയുന്നുണ്ട്. ജലത്താലും ആത്മാവിനാലും ഒരുവൻ വീണ്ടും ജനിക്കണം. അമ്മയുടെ ഉദരത്തിൽ പോയി രണ്ടാമത് ജനിച്ചു വരാൻ പറ്റൂലല്ലോ. അപ്പോൾ യേശുവിൻ്റെ രക്തവും നമുക്ക് വേണ്ടി പുറപ്പെട്ട, അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ പുറപ്പെട്ട രക്തവും വെള്ളവും നമ്മളെ ഏറ്റുവാങ്ങുകയാണ്. യേശുവിൻ്റെ രക്തത്താലും പരിശുദ്ധാത്മാവിനാലും കഴുകി ശുദ്ധീകരിക്കാൻ. വർഷങ്ങൾക്ക് മുമ്പ് ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഉരുക്ക് കപ്പൽ നിമിഷ നേരം കൊണ്ട് തകർന്നടിഞ്ഞ് അതിൽ അനേകർ മരണപ്പെട്ട വാർത്ത, അത് മുങ്ങിത്താഴുമ്പോൾ അനേകം ജീവനുകൾ നഷ്ടപ്പെട്ടു. ഇന്നും അതിൽ പലരുടെയും മൃതശരീരങ്ങൾ കണ്ടു കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് തൊട്ടടുത്ത ദിനത്തിൽ പത്രത്തിലൊക്കെ വന്നൊരു വാർത്തയാണ് ടൈറ്റാനിക്കിലെ ദൈവദൂതൻ എന്ന് പറഞ്ഞ്. അതായത് ഇംഗ്ലണ്ടിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ട ഈ കപ്പലിൽ ഫ്ലൈറ്റിൽ ടിക്കറ്റ് തരപ്പെടാത്തത് കൊണ്ട് കപ്പലിൽ ടിക്കറ്റ് തരപ്പെടുത്തി അവസാന നിമിഷ യാത്രയായ ബെയിൽ എന്ന് പറഞ്ഞ ഒരു വൈദികൻ, അച്ഛൻ്റെ സഹോദരൻ്റെ കല്യാണം ആശീർവദിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടതാണ്. അതിലുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തകർ വന്നപ്പോൾ മുൻഗണനാ ക്രമത്തിൽ ഒരു പുരോഹിതനായതുകൊണ്ട് രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും അവസാന ആശീർവാദത്തിന് വേണ്ടിയും കുമ്പസാരിക്കാൻ വേണ്ടിയും അച്ഛൻ്റെ അടുക്കൽ അഭയം തേടിയവരെ ഉപേക്ഷിച്ച് കളയാൻ തയ്യാറാകാതെ രക്ഷപ്പെടാൻ തനിക്ക് കിട്ടിയ അവസരം സ്വമനസാ നിഷേധിച്ചുകൊണ്ട് മുങ്ങിത്താണവരോടുകൂടി ആ കടൽ വെള്ളത്തിൽ മുങ്ങിത്താണ് സ്വന്തം ജീവൻ ത്യജിച്ച ഇതാ ഹൃദയഭേദകമായ ഒരു വൈദികൻ്റെ ആ ഒരു ജീവിത കഥ പത്രങ്ങളിലൊക്കെ അടിച്ചു വന്നു. ടൈറ്റാനിക്കിലെ ദൈവദൂതൻ. യോഹന്നാൻ 3:16 പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. അതേ, ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന ഈശോയുടെ തിരുഹൃദയം. ജൂൺ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭക്തി ആചരിച്ച് പ്രാർത്ഥിക്കുവാൻ തിരുസഭ തൻ്റെ മക്കളെ പ്രത്യേകം ക്ഷണിക്കുന്ന ഒരു മാസമാണ്. തിരുഹൃദയ വണക്ക മാസമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ജെറമ്യാ പ്രവചനം 29:14 കാണുന്നുണ്ട്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ അന്വേഷിച്ചാൽ മാത്രമേ കണ്ടെത്തുകയുള്ളൂ എന്ന് വചനം പറയുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 5-6 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക എന്ന്. നിൻ്റെ പ്രയത്നങ്ങൾ കർത്താവിൽ അർപ്പിക്കുക, അവ ഫലമണിയുമെന്ന് വചനം പറഞ്ഞു തരികയാണ്. എങ്ങനെ? പൂർണ്ണ ഹൃദയത്തോടെ. അപ്പോൾ നമ്മുടെ ക്രിസ്തീയമായ ജീവിതത്തിൽ ഹൃദയത്തിൻ്റെ തുറവി തിരുഹൃദയത്തോട് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നത്. സങ്കീർത്തനം 34:18 പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഹൃദയഭേദകമായ സങ്കടങ്ങൾ, ഇതിനേക്കാൾ വിഷമിക്കുന്ന ആരും ലോകത്തിലുണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഇത്ര നാളായിട്ടും പരിഹാരമില്ലാത്ത, ഇത്രയും വയസ്സായിട്ടും ഇത്രയും വർഷമായിട്ടും എന്നെപ്പോലെ ഹൃദയം നുറുങ്ങിയ ആരും ഉണ്ടായിരിക്കത്തില്ല എന്ന് വിഷമിക്കുമ്പോൾ ഓർക്കുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്നു, തൊട്ടടുത്ത് തന്നെ കർത്താവുണ്ട്, സമീപസ്ഥനാണ്. സങ്കീർത്തനം 34:18 മറന്നു പോരുത്. ഈ വചനം കുറേ ആവർത്തി ഈ മാസം ഇനിയുള്ള ദിവസങ്ങളെങ്കിലും പറഞ്ഞു പ്രാർത്ഥിക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന ഈശോയുടെ ഹൃദയം, ആ വിലാവിൽ ഇതാ
യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മറ്റു ശിഷ്യന്മാർ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തോമാശ്ലീഹ അവരോട് കൂടെ ഇല്ലായിരുന്നു. അവൻ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് അവനോട് പറഞ്ഞു. അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അപ്പോൾ വീണ്ടും 8 ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാരോടുകൂടെ ദീദിമോസ് എന്ന് വിളിക്കുന്ന തോമസും അവരോട് കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ യേശു അവരുടെ മധ്യേ വന്നു നിന്ന്. അപ്പോൾ ഹൃദയം നുറുങ്ങിയിരിക്കുന്ന, അവിശ്വാസം കൊണ്ട് മനസ്സ് മരവിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ വചനം ശ്രവിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് സമീപസ്ഥനാണ്. ആ ദൈവം നമ്മൾ ചിന്തിക്കുന്നത് പോലും അറിയുന്നുണ്ട്. മകനെ മകളെ നീ ആരായിരുന്നാലും, അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക. ഇവിടെ യോഹന്നാൻ 19:34 പറയുന്നുണ്ട്, പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തിയെന്ന്. അവിടുത്തെ അരുമ ശിഷ്യനായ യോഹന്നാൻ ഈശോയുടെ വക്ഷസിൽ ചാരിക്കിടക്കുന്നതായിട്ട് നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടക്കുവാൻ, യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവനാണ് ദൈവീക രഹസ്യങ്ങൾ, ദൈവസ്നേഹത്താൽ നിറഞ്ഞ യോഹന്നാൻ, സ്നേഹത്തിൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്നവൻ, യേശുവിൻ്റെ ഹൃദയത്തിൽ തലചായ്ച്ച് കിടന്നവനാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൽ വളരാത്തതിൻ്റെ കാരണം യേശുവിൻ്റെ വക്ഷസിൽ, ഹൃദയത്തിൽ ചാരിക്കിടക്കാൻ നമ്മൾ അമാന്തപ്പെടുന്നത് കൊണ്ട്, അസ്വസ്ഥപ്പെടുന്നത് കൊണ്ട് അല്ലേ. അതുകൊണ്ട് യോഹന്നാനെ പോലെ യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടക്കാം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യോഹന്നാൻ 20:27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് തുടർന്ന് നമ്മൾ കണ്ടത്. നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നീട്ടുന്ന നമ്മുടെ കരങ്ങളും ഈശോയുടെ തിരുഹൃദയത്തോട് ചേർക്കുന്ന നമ്മുടെ ഹൃദയങ്ങളും തീർച്ചയായിട്ടും ആ തിരുമുറിവുകളാൽ ആലേഖനം ചെയ്യപ്പെടും. നല്ല കള്ളൻ കട്ട് സ്വർഗം വരെയും കട്ടെടുത്തെന്ന് പറയും. കർത്താവിൻ്റെ മുറിവിനോട് തൻ്റെ മുറിവുകളെ ചേർത്തപ്പോഴാണ് കള്ളൻ പാപി വിശുദ്ധനായി തീർന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ജൂൺ 13-ാം തീയതി വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ദിവസം വിശുദ്ധ അന്തോനീസിൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, ക്രൂശിക്കപ്പെട്ടവനെ അനുകരിക്കുന്നവനായി എന്നെ മാറ്റണമേ എന്ന്. എന്നാൽ നമ്മൾ കാണുന്നു, ക്രൂശിക്കപ്പെട്ടവനെ അനുകരിച്ച വിശുദ്ധ അന്തോനീസ് അത്ഭുത പ്രവർത്തകനായി മാറും. ആ തിരുമുറിവോട് നമ്മുടെ ഹൃദയം ചേർക്കുമ്പോൾ, ആ തിരുമുറിവിലേക്ക് നമ്മുടെ കരങ്ങൾ നീട്ടി അവിശ്വാസം പരിഹരിക്കണേ എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ അന്തോനീസ് ക്രൂശിക്കപ്പെട്ടവനെ അനുകരിച്ചവൻ എന്തായിത്തീർന്നു? അത്ഭുത പ്രവർത്തകനായി. ഞാനും നിങ്ങളും ഒരു അത്ഭുതമായി മാറും. നമ്മുടെ ജീവിതം അത്ഭുതങ്ങൾ കൊണ്ട് നിറയും. ഇതിനുള്ളൊരു വിളിയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ജെറമിയ 29:14 പറയുന്നത് പോലെ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. മത്തായി 11:28-29 പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. പണിയെടുക്കാൻ മാത്രമുള്ള ജീവിതം, എൻ്റെ ജീവിതം വെഴുപ്പ് താങ്ങി, അല്ലെങ്കിൽ ഞാൻ മാത്രം ഇങ്ങനെ കഷ്ടപ്പെടുന്നു, ഞാൻ മാത്രം ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് വിഷമിക്കുന്ന, പരാതിപ്പെടുത്തുന്ന, കുറ്റം പറയുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ മത്തായി 11:28-29 വചനം വെച്ച് പ്രാർത്ഥിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, എൻ്റെ നുകം വഹിക്കുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിനെന്ന് വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിൽ നിന്ന് പഠിക്കാത്തതാണ് നമ്മുടെ പല പ്രശ്നങ്ങളുടെയും. എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതാണ്. ഞാൻ ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്. എൻ്റെ അപ്പച്ചൻ്റെ അമ്മായിയൊക്കെ മരിച്ചുപോയി. അമ്മയും
വിക്ടോറിയ അമ്മായി എന്നൊക്കെ പറയും. വിക്ടോറിയ അമ്മായി, ലില്ലി കൊച്ചാമ്മയെന്ന് ഞങ്ങൾ വിളിക്കും, അമ്മായി തന്നെയാണ്. ഇവിടെ പൊന്നുണ്ടി സ്കൂളിൽ ടീച്ചറായിരുന്നു. ഇവരൊക്കെ പറഞ്ഞു തരാറുള്ള, പ്രാർത്ഥിപ്പിക്കാറുള്ള ഒരു വാക്കുകൾ ഓർക്കുകയാണ്. ഞാൻ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, എളിമയെന്ന പുണ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്തെങ്കിലും അഹങ്കാരത്തിൻ്റെ വാക്കോ ദേഷ്യപ്പെടുന്നതൊക്കെ കണ്ടപ്പോൾ ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനം ചെലുത്തിയിട്ടുള്ള അപ്പൻ്റെ പെങ്ങന്മാരൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു തരുന്ന ഒരു കാര്യം, വിക്ടോറിയ എന്ന് പറഞ്ഞ അമ്മായി കല്യാണം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിക്കാതെ ജീവിതാവസാനം വരെ ഏകസ്ഥയായിട്ട് ജീവിച്ചു. മറ്റേത് ടീച്ചറായിരുന്നു, ലില്ലി ടീച്ചർ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ സുഹൃദേവങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ ഞാൻ ഓർക്കാം. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തികളാണ്. അയ്യോ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടല്ലേ, ഇങ്ങനെ പറയരുതടോ എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. കരഞ്ഞുകൊണ്ട് നിൽക്കരുതെന്ന് പറയും. ഇങ്ങനെ വഴക്ക് പറയരുത്, കുറ്റം പറയരുതെന്നൊക്കെ പറയും. കുഞ്ഞുനാളിലെ നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല വാക്കുകൾ സ്വാധീനങ്ങളാണ്. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എളിമയെന്ന പുണ്യം തരണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക്, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ആരുമില്ല, ആരും സഹായത്തിനില്ല, അല്ലെങ്കിൽ എല്ലാവരും ഹൃദയകാഠിന്യമാണ്, ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ വഴക്കൂട്ട് നമ്മൾ അതിനേക്കാൾ കഷ്ടത്തിലേക്കും കുറ്റം പറച്ചിലേക്കും പോവാതെ വിശുദ്ധ തോമാസ് ശ്ലീഹ പറഞ്ഞതുപോലെ കളി കാര്യമാകുമെന്ന് തോമാസ് ഓർത്തില്ല. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ സുഹൃദേവം സാധിക്കുമെങ്കിൽ ഈ മാസം മുഴുവൻ ഒരു 53 തവണ വെച്ച് ഒരു 33 ദിവസം പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ ഇന്ത്യ വരെയും എത്തിച്ചേരുവാൻ, ഈ കേരളം വരെ എത്തിച്ചേരുവാൻ ഇതാ ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തോമാസ് ശ്ലീഹ തയ്യാറായത് ഈ അനുഭവത്തിലൂടെ, ഈ വരികളിലൂടെയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ആരും മനസ്സിലാക്കാനില്ലാത്തപ്പോഴും, പ്രതീക്ഷകൾ തകർന്നു വീഴുമ്പോഴും, പ്രിയപ്പെട്ടവരുടെ വേർപാട്. ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ പത്രത്തിലെ വാർത്ത, ഇതാ എത്രയോ ജീവനുകളാണ് സ്വപ്നങ്ങൾ തകർന്നു വീണ്, എത്രയോ കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് തകർന്നു വീണത്. ഒരു ഉറക്കത്തിൽ പെട്ടെന്നറിയാതെ പോലും കത്തി അമർന്ന് തീർന്നു, അല്ലെങ്കിൽ കരിപ്പുക ശ്വസിച്ചു മരിച്ചു. കെട്ടിടത്തിന് മുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചാടി 6 നില കെട്ടിടം, 2ാം നിലയിൽ നിന്ന് ചാടിയവരൊക്കെ കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞൊക്കെ രക്ഷപ്പെട്ടവരുണ്ട്. കുവൈറ്റിൽ ഇങ്ങനെയൊക്കെ വേദനയോടെ, അല്ലെങ്കിൽ മരണം മുന്നിൽ വന്ന് മുട്ടി വിളിച്ച അവസ്ഥകളും, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നടുങ്ങുന്ന നാടും. അപ്പോൾ ഇവിടെയെല്ലാം ആ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ സങ്കടങ്ങൾ കൊടുക്കാം. നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട, നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട ഹൃദയം. പാട്ടിൻ്റെ വരികളിൽ പാടുന്നില്ലേ, ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം നിറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. പ്രതീക്ഷിച്ചതെല്ലാം കൈവിട്ടു പോകുമ്പോഴും, എല്ലാം എതിരായി തീരുമ്പോഴും, ആര് സഹായത്തിനില്ലാത്തപ്പോഴും, മനസ്സിലാക്കാനും സ്നേഹിക്കാനും സ്നേഹം കിട്ടാതെ ഇത്രയും പ്രായമായിട്ടും കഷ്ടപ്പാട് മാത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവേ നിന്നെ വിളിച്ചു, യേശുവേ നിന്നെ വിളിക്കാൻ കൃപ തരണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതാ ക്രൂശിതനെ അനുകരിക്കാൻ വേണ്ടി ക്രൂശിക്കപ്പെട്ടവനോട് പ്രാർത്ഥിച്ച അന്തോനീസ് അത്ഭുത പ്രവർത്തകനായി അന്തോനീസ് മാറിയെങ്കിൽ, ഇതാ കർത്താവിൻ്റെ തിരുമുറിവുകളോട് നമ്മുടെ മുറിവുകൾ ചേർക്കുമ്പോൾ, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ, എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ. നമ്മുടെ മനസ്സിലൊക്കെ എപ്പോഴും പച്ച പിടിച്ച് കിടക്കുന്ന പല പാട്ടുകളുണ്ട്. പക്ഷേ അവയിലെല്ലാം ഹൃദയസ്പർശിയായ വരികളാണ് അങ്ങേ തിരുമുറിവുകളിൽ എന്നുള്ള ആ എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാം ഈശോ. അപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ ജീവിതം, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സ്വന്തങ്ങൾ, നമ്മുടെ മുറിവുകൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ, പൊലിഞ്ഞു പോയ സ്വപ്നങ്ങൾ, നമ്മുടെ ജീവിതാനുഭവങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട്, കഷ്ടനഷ്ടങ്ങൾ, കടബാധ്യത എല്ലാം യേശുവിൻ്റെ തിരുരക്തത്താലും ആ അഭിഷേക
അഭിഷേകമുള്ള ജലത്താലും പരിശുദ്ധാത്മാവിനാലും അഭിഷേകം ചെയ്യപ്പെടണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോയൽ പ്രവചനം 2-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കലേക്ക് മടങ്ങുവിൻ. എന്ത് ചെയ്യണം? ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് മടങ്ങി വരാനുള്ള സമയമായി. നാളെ എന്ന് അത് നീട്ടിക്കൊണ്ട് പോകരുത്. ഇതാ കള്ളനെ പോലെ വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വസ്ത്രമല്ല ഹൃദയമാണ് കീഴ്, നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കലേക്ക് മടങ്ങുവിൻ. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രത്തിലേക്ക് നമുക്ക് ആത്മാർത്ഥമായിട്ട് നോക്കാം. തിരുഹൃദയ ചിത്രത്തിന് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അപ്പനെ കണ്ട് അമ്മയെ കണ്ട് മക്കൾ പഠിക്കട്ടെ. ഇതാ മക്കൾ തിരുഹൃദയ ചിത്രത്തിന് മുട്ടുമടക്കുമ്പോൾ മദ്യപാനിയായ അപ്പൻ, മദ്യലഹരിയിൽ അടിപ്പെട്ട കുടുംബം രക്ഷപ്പെടും, ഉറപ്പാ. സാക്ഷിയാണ് ഈ പറയുന്നത്, ജീവിതാനുഭവം കൊണ്ടായി പറയുന്നത്. ഇതാ ഉടുതുണിക്ക് മറുതുണി പോലും ഉടുക്കാനില്ലാതെ മദ്യപാനി കീറത്തുണി ഉടുക്കുമെന്ന് പറഞ്ഞ പോലെ മദ്യപാനി മാത്രമല്ല കുടുംബത്തിലുള്ളവരും കീറത്തുണി, ദാരിദ്ര്യവും അന്നേപ്പത്തിൻ്റെ വഴിയില്ലാതെ ഇതെല്ലാം കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ 12 വാഗ്ദാനങ്ങൾ തിരുഹൃദയ വണക്കമാസത്തിൽ വിശുദ്ധ മാർഗ്ഗരേത്ത മറിയത്തിലൂടെ വെളിപ്പെടുത്തിയവ തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സമയമുള്ളപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ആമുഖമെങ്കിലും എടുത്തൊന്ന് വായിക്കുക. നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഈ വണക്കമാസമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തിരുസഭ നമുക്ക് തരുന്ന മാസമാണ് ജൂൺ മാസം. വലിയ അത്ഭുതങ്ങൾ നടക്കും. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇന്ന് അനുഭവിക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യം, ദുഃഖശാന്തി, മനഃശാന്തി, ഇതാ നിധി കിട്ടി എന്ന് പലരും പറഞ്ഞു വരുത്തിയ തരത്തിൽ ദൈവം കഷ്ടനഷ്ടങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ വെച്ച് ഉയർത്തി. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർക്കുക. എൻ്റെ അപ്പനൊക്കെ തിരുഹൃദയമെന്ന ദൈവമെന്ന മാതാവെന്ന മദ്യപിച്ച് അല്ലെങ്കിൽ ലഹരിക്കടിപ്പെട്ട കടവും രോഗാവസ്ഥകളെല്ലാം കുടുംബത്തിൽ മേഞ്ഞു നടന്നിരുന്ന കാലഘട്ടങ്ങളിൽ ഒരു ബഹുമാനവും ആദരവും ഇല്ലാത്ത വാക്കുകൾ തിരുഹൃദയം പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്ന ഹാളിലൊക്കെ പറയുകയും കാണിച്ചു കൂട്ടുന്ന ചേഷ്ട ഇവിടെ പറയുന്നത് നാണക്കേടാണ്. പക്ഷേ അതേ അപ്പൻ ഇതാ കരുണക്കൊന്ത ചൊല്ലിയൊക്കെ തിരുഹൃദയ പ്രതിഷ്ഠ ചൊല്ലി, കുടുംബ പ്രതിഷ്ഠാജപം ചൊല്ലിയൊക്കെ, ജപമാല ചൊല്ലിയൊക്കെ ആ തിരുഹൃദയത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു. പിന്നീട് മാനസാന്തരത്തിൻ്റെ കാലഘട്ടങ്ങൾ, 15 വർഷം പുതുപുത്തൻ മനുഷ്യനായിട്ട് ജീവിച്ചു. എന്നെ കണ്ട് നിങ്ങൾ പഠിക്കൂ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അപ്പനും അമ്മയ്ക്കും പറയാനായിട്ട് സാധിക്കുമോ? എന്നാൽ മക്കളുടെ ചുണ്ടിൽ സിഗരറ്റ് കുറ്റി വരും, എന്നാൽ മക്കളാരും സമയത്ത് വീട്ടിൽ കയറത്തില്ല, എന്നാൽ കിട്ടുന്ന പൈസ ഒന്നും തികയാതെ വരും. അതങ്ങനെ പോട്ടെ, ആരെയും കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ അല്ല. എന്നെ കണ്ട് നിങ്ങൾ പഠിക്കെന്ന് പറയാനുള്ള ആത്മാർത്ഥത തിരുഹൃദയത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന മാതാവ്. ഒരു കാലത്തെ തിരുഹൃദയത്തെ മദ്യലഹരി കാണിക്കുന്നത് എന്താണെന്ന് അറിയില്ല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. വീടൊക്കെ കത്തിക്കാൻ പോകും, വാതിലൊക്കെ വലിച്ചു പൊളിക്കും. അമ്മക്ക് സ്ഥിരമായിട്ട് റിപ്പയർ ചെയ്യാൻ ഞങ്ങൾക്കൊരു പണിക്കാരനുണ്ടായിരുന്നു, എന്തെങ്കിലും കൊടുത്താൽ മതി, വലിച്ചു പൊളിക്കും. ഞങ്ങൾ പോയി അയാളെ വിളിച്ചുകൊണ്ട് വരും. ഒരു ഗോപാലൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ വന്ന് ചുളിവിലൊക്കെ പിടിപ്പിച്ച് തരും. വീണ്ടും അപ്പന് ഭ്രാന്ത് കയറുമ്പോൾ പൊളിക്കും, അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് തുണികളൊക്കെ അന്ന് റേഷൻ മണ്ണെണ്ണയും പെർമിറ്റ് മണ്ണെണ്ണയൊക്കെ ഉണ്ട്. അപ്പോൾ ഭ്രാന്ത് ഇളകിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ആയുധം എടുക്കും, മണ്ണെണ്ണ എടുക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരും ഇതുപോലത്തെ വേദനയിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നവരോ പോയവരോ ആണെങ്കിൽ ദൈവത്തിൻ്റെ കരുണയിൽ ആ തിരുഹൃദയ സ്നേഹാഗ്നിയിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ആ തിരുഹൃദയ സ്നേഹാഗ്നിയിൽ പാവങ്ങളെല്ലാം, അശുദ്ധിയെല്ലാം, പാരമ്പര്യ കടങ്ങളെല്ലാം കത്തി എരിഞ്ഞ് ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനനം കിട്ടുമ്പോൾ അതെല്ലാം പഴങ്കഥയായി മാറും. 15 വർഷം യോഹന്നാൻ 9:31 ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന് നമുക്കറിയാമല്ലോ. അവിടുത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കുന്നു. ഇതാ എൻ്റെ ഭവനത്തിലെ തിരുഹൃദയത്തിൻ്റെ ചിത്രത്തിൻ്റെ മുൻപിലിരുന്നാണ് ഇത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രശാന്തച്ഛൻ വെഞ്ചരിച്ച് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ച് പോയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ ആത്മീയ ഗുരുവായ അച്ഛൻ്റെ പ്രാർത്ഥന
ഇവിടെ അനുഗ്രഹങ്ങൾ ആ തിരുഹൃദയ ചിത്രത്തിലൂടെ വിസമാറിയത്ത മറിയത്തിലൂടെ ലഭിച്ച വാഗ്ദാനങ്ങളും അതിലപ്പുറം അനുഭവിച്ച് ജീവിക്കുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ വരുന്ന വിളിക്കുന്ന കടന്നു വരുന്ന അനേകർക്ക് വേണ്ടി അതിനേക്കാൾ വലിയ അത്ഭുതങ്ങളുമായിട്ടാണ് ഈശോയുടെ തിരുഹൃദയം ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. എനിക്ക് അധികാരത്തോടെ പറയാൻ സാധിക്കും. നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിലുമുണ്ട്. ആ തിരുഹൃദയ സ്നേഹാഗ്നിയിലേക്ക് നമ്മുടെ പാപങ്ങൾ കൊടുത്താൽ അതെല്ലാം അലിഞ്ഞില്ലാതെയാവും. സ്വർണം പോലെ ഉരുക്കി തങ്കം പോലെ പ്രഭാഷകൻ 2:5 പറയുന്നത് പോലെ സ്വർണം അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നു. കർത്താവിന് സ്വീകാര്യ മനുഷ്യർ സഹനത്തിൻ്റെ തീച്ചൂളയിൽ. ഇപ്പോൾ ഒന്നും മനസ്സിലായെന്ന് വരത്തില്ല. ആ തിരുഹൃദയ സ്നേഹാഗ്നിയിലേക്ക് കൊടുത്താൽ തങ്കം പോലെ തിളങ്ങുന്ന നിധി കെട്ടിയെന്ന് എതിരാളികൾ പോലും പറയുന്ന, എവിടെ നിൻ്റെ കണ്ണുനീര് വീണോ, എവിടെ മകനെ മകളെ നീ നാണം കെട്ടോ, അവിടെ തന്നെ, അവിടെ നിന്ന് വിറ്റുപോകാനല്ല. ആരോ എന്തോ ചെയ്തെന്നും പറഞ്ഞ് ദൈവത്തിലേക്ക് നോക്കാതെ അന്ധവിശ്വാസം കൊണ്ട് ജീവിതം നശിപ്പിച്ച് കളയാനല്ല. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഈ തിരുഹൃദയത്തിലേക്ക് നങ്കൂരമിട്ട് നിൻ്റെ ജീവിതം ഉറപ്പിക്കാൻ സാധിച്ചാൽ, നിൻ്റെ കണ്ണുനീര് എവിടെ വീണോ, എവിടെ നീ സങ്കടപ്പെട്ടോ, അവിടെ തന്നെ ദൈവം എന്നെയും നിങ്ങളെയും ഉയർത്തും. എന്തെന്നാൽ അവിടെ നിന്നും ഉദാരമതിയും, ജോയൽ 2:13 ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. അപ്പോൾ സ്നേഹം മാത്രമല്ല, നമുക്ക് പ്രിയപ്പെട്ടവരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകണ്ട, അല്ലാതെ ഞാനങ്ങ് പോകത്തില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നമ്മൾ ഇതിഹാസത്തിൽ വായിച്ചിട്ടുള്ള ഒരു കഥയുണ്ട്, ശ്രീകൃഷ്ണൻ്റെയും കുചേലൻ്റെയും കഥ. ഇത് കുചേലൻ്റെ കുടുംബത്തിൽ പട്ടിണിയാണ്. അപ്പോൾ എന്നാലും ഭാര്യ നെല്ല് കുത്തി അവലും മലരും ഒക്കെ ആയിട്ട്, ശ്രീകൃഷ്ണൻ ഇത് പണ്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് ആത്മമിത്രമായ കുചേലൻ അറിയാം. എന്നിട്ട് ഭാര്യ വലിയ ആവശ്യങ്ങളുടെ ലിസ്റ്റുമായിട്ട് പറഞ്ഞു വിടുകയാണ്. അത് ചോദിക്കണം, ഇത് ചോദിക്കണം, വീടില്ല, പണമില്ല, ദാരിദ്ര്യം, എന്നും പട്ടിണിയാണ്, ഇതെല്ലാം പറഞ്ഞ് വിട്ടു. പക്ഷേ കൂട്ടുകാരനെ കണ്ടപ്പോൾ ദൂരെ വെച്ച്, അപ്പോൾ കയറ്റി വിടുക എന്നും വലിയ മാളികയും കൊട്ടാരവും പത്രാസും എല്ലാം ദൂരെ നിന്ന് കണ്ടപ്പോൾ ഒന്ന് കാണാൻ പോലും അനുവദിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ജാടക്കാരനായിട്ടുണ്ടാകുക, തന്നെ മനസ്സിലാകുക എന്നൊക്കെ ഓർത്ത് വിഷമിച്ചാണ്. കുചേലന് ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ ഭാര്യയാണ് നിവൃത്തിയേട് പറഞ്ഞപ്പോൾ പോയി കാണ്, നമ്മുടെ പണ്ടത്തെ നിങ്ങളുടെ കൂട്ടുകാരനല്ലേ, ആത്മമിത്രമല്ലേ എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇന്ന് പലരും ആദ്യം തള്ളിക്കളയുന്നത് ആത്മമിത്രങ്ങളെ. പല വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും, പക്ഷേ കണ്ടാൽ പോലും തിരിച്ചറിയാത്ത, മൈൻഡ് ചെയ്യാത്ത എത്രയോ വാഗ്ദാനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തോടും മനുഷ്യരോടും കടമായിട്ട് കിടക്കുന്നു. ഉത്തിരിപ്പ് കടം എന്ന് പറയും. കഴിഞ്ഞ ദിവസം ഒരമ്മ വിളിച്ചിട്ട് പറഞ്ഞു 35 ലക്ഷം കടം എടുത്ത് മകനെ ഓസ്ട്രേലിയക്ക് വിട്ടിട്ട് എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. 10 പൈസ ലോണിലേക്ക് അടക്കാനായിട്ട് അയച്ചു തരുന്നില്ല. ഒരപ്പനും അമ്മയും, അപ്പന് കണ്ണും കണ്ടുകൂടാ, അമ്മ 70-75 വയസ്സ്. ഞാനൊരു ധ്യാന പ്രോഗ്രാമിന് വന്നപ്പോൾ 2 മക്കൾക്കും അവരെ വേണ്ട. 75,000 രൂപ പോലീസ് സ്റ്റേഷൻ വഴി കൊണ്ടുവന്ന് കൊടുത്തത്. കേസിനൊക്കെ പോയാൽ കൊടുത്തതൊക്കെ തിരിച്ചെടുക്കുക. അവർ പറഞ്ഞു വേണ്ട ബ്രദറെ, ഞങ്ങളെല്ലാ ദിവസവും പള്ളിയിൽ പോയി കൃഷിപ്പണിയും ചെയ്ത് ദൈവഭക്തിയിലൊക്കെ വളർത്തിയതാണ്. ഇപ്പോൾ ഇവർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. 2 ആൺമക്കൾക്കും അവരുടെ ഭാര്യയും മക്കളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അപ്പനെയും അമ്മനെയും വേണ്ട. 2 പേരെ എല്ലാം എഴുതി മേടിച്ച്. അങ്ങനെ അന്തസ്സ് വിടാത്ത അപ്പനും അമ്മമാരും ഉണ്ട്. ആ അമ്മ എന്നോട് പറഞ്ഞു, ഷൈജു ബ്രദർ പറഞ്ഞാൽ ഈ അനാഥ മന്ദിരത്തിൽ ഞങ്ങൾ എടുക്കും, ബ്രദർ ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ? ആ അപ്പൻ അവിടെ കിടന്ന് മരിച്ചു. അമ്മ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. അതുകൊണ്ട് ഇതാ കടന്നു വന്ന കയറിപ്പോന്ന വഴികൾ മറന്നു പോകരുത്. തല മറന്ന് എണ്ണ തേക്കരുത്. ഈശോയുടെ തിരുഹൃദയം നമ്മൾ മറന്നാലും മറക്കാത്ത ആ ഹൃദയം. ഒരു കരിക്കെടുത്ത് തല്ലിപ്പൊട്ടിച്ചാൽ, വെട്ടിപ്പൊട്ടിച്ചാൽ, ഓറഞ്ച് എടുത്ത് ഞെക്കിപ്പൊട്ടിച്ചാൽ അതിൽ നിന്ന് വരുന്നത് നല്ല മധുരവെള്ളമാണ്. കരിക്കിൽ നിന്ന് വരുന്നത് മധുരവെള്ളം. തല്ലിപ്പൊട്ടിച്ചാലും 2 ചീത്ത വിളിച്ചാലും കുത്തിത്തുളച്ചാലും, കാരണം അതിലുള്ളത് മധുരമാണ്. നമ്മൾ തിരുഹൃദയത്തെ, ഞാനൊക്കെ ഓർത്തുണ്ട്, ചെറുപ്രായമായിരുന്നെങ്കിലും എൻ്റെ അപ്പനൊക്കെ വിളിക്കുന്ന തെറി, ദൈവത്തിൻ്റെ രൂപം വലിച്ച് താഴെ ഇടാൻ നോക്കും. അമ്മയും എല്ലാവരും ഓടി വരും. എന്താ കാണിക്കുന്നു ഓർമ്മയില്ല. പിന്നെ കാർക്കിച്ച് തൂപ്പു. വീട്ടിലൊക്കെ
ഓർക്കിച്ച് തുപ്പിയിടും, വാള് വെക്കും. ഒരു ഭക്തിയില്ല, ബഹുമാനമില്ല. പക്ഷേ ദൈവം തൊട്ട് കഴിഞ്ഞ് ജീവിത നവീകരണത്തിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ രാവിലെ വന്നിട്ട് നിന്നിട്ടൊരു സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്നത്, എവിടെ താൻ നിന്നിച്ചോ, ഏത് ദൈവത്തിൻ്റെ മുമ്പിൽ താൻ പേക്കൂത്തുകൾ കാണിച്ചോ ആ ദൈവം അവനെ വിട്ടില്ല. രണ്ട് കൈയും, അവനെന്നല്ല അപ്പനാരട്ട, കൈയും നീട്ടി ഇങ്ങോട്ട് സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്നത് പോലെ പ്രാർത്ഥിക്കുമായിരുന്നു. ആശ്വാസം കിട്ടാതെ അവിടെ നിന്ന് മാറില്ല. എവിടെയെങ്കിലും പോകാൻ നേരവും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് മാറുമ്പോൾ വേർപ്പ് തുള്ളികൾ ഇറ്റിറ്റ് ആ തറയിൽ രക്തത്തുള്ളികൾ പോലെ വീണിട്ടുണ്ടാകും. രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നത് പോലെ അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ച തിരുരക്തത്താൽ എന്നെ കഴുകേണമേ, തിരുരക്തത്താൽ എന്നെ നിറക്കേണമേ, വെളുപ്പിനെ എഴുന്നേറ്റ് പാടിയിരുന്ന വരികളാണ്. തന്നെത്താൻ എന്നോട് പറഞ്ഞിട്ട് നിനക്ക് പറ്റുമെങ്കിൽ ഇതിൻ്റെ ബാക്കിയും കൂടി ചേർത്തൊരു പാട്ടുണ്ടാക്കുന്നു. അതൊരു വിളിയല്ലേ? ശ്രമിച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും ദൈവം തരുമായിരിക്കും. 3/4 താളമാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അപ്പൻ പിന്നെ ഷൈജ നിനക്ക് എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ ഇതിൻ്റെ ബാക്കി വരികൾ നീ ഉണ്ടാക്കിയതൊരു പാട്ടാക്കണമേ എന്ന്. ആ കഴുകി എല്ലാം നശിച്ച എല്ലാ ശാപങ്ങളും നീക്കി എല്ലാ പാരമ്പര്യ കടങ്ങളിൽ നിന്നും തൂത്ത് കളഞ്ഞ് ഒരു ജീവിത നവീകരണത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്താൻ സാധിച്ചത് തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കും. ആ സമയത്ത് ആരും ഒച്ചയും ബഹളമൊന്നും പാടില്ല. പ്രാർത്ഥനയുടെ സമയം അത്ര ജാഗ്രതയുള്ള ഏറ്റവും വലിയ VIP നമ്മുടെ വീട്ടിൽ വന്നാൽ എങ്ങനെയായിരിക്കും, ഒരു മുട്ട് സൂചി വീണാൽ അറിയും. അത്ര സൈലൻ്റിലാണ് അപ്പം പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുന്നത്. പ്രാർത്ഥിച്ച് ഉത്തരം മേടിച്ച് മറുപടി കിട്ടാതെ അന്നത്തെ ശുശ്രൂഷയും ഒരു കാര്യം ഒന്നിനും പോകത്തില്ല. ചില കാര്യങ്ങൾ വേണ്ടെന്ന് വരെ വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ബോധ്യങ്ങൾ, എവിടെ പോകണം, ആരെ പ്രാർത്ഥിക്കണം, ആരിന്ന് വരും, വരാനിരിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് പറയും. ഇന്ന് ഇന്ന പോലത്തെ കേസുകൾ വരും, ഇപ്പം തന്നെ ഇന്ന പോലത്തെ ഒരു കേസ് വരും, കറക്റ്റായിരിക്കും. അപ്പം ഞങ്ങളപ്പനോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടാൽ ഇത് നടന്നില്ലെങ്കിൽ നാണക്കേടല്ലേ എന്ന് പറയും. അപ്പോൾ പഴയ ജോയി മരിച്ചു കഴിഞ്ഞു. ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്കും ഇത് തന്നെ പറയാനുള്ളത്. ഇപ്പോൾ എനിക്കത് പറയാം. അന്ന് ഞങ്ങളൊക്കെ ചോദിക്കും, ഇങ്ങനെ നടക്കുമെന്നും പറഞ്ഞു വിടല്ലേ, പ്രാർത്ഥിച്ചോളാന്നും പറഞ്ഞു വിട്. അപ്പം പറയും 3, 2, 1 വെട്ടൊന്ന് തുണ്ടൻ 2. ഇതാ പണ്ടേ മരിച്ചു കഴിഞ്ഞ ആ ജോയിയെ ദൈവം ആയുസ് തന്ന് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ജോയി അല്ല, യേശുവാണ് ഇവിടെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തിനുള്ളവരെ മാത്രം എൻ്റെ അടുക്ക് കൊണ്ടുവരണേ എന്നാണ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അധൈര്യമായിട്ട് പോയിക്കോ, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അവർ ഓടിപ്പിടിച്ച് വരും. ബ്രദറേ അത്ഭുതം നടന്നു. ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ പരിപാടിയൊന്നും ഇല്ല. അതൊക്കെ പിന്നെ ബ്രദറേ, അല്ലെങ്കിൽ ലാൻഡ് ഫോണിൽ കൂടെ വിളിക്കും, അവിടെ ഉണ്ടാ, നേരിട്ട് പറയാമെന്ന് പറയും. ഭയങ്കരമായ അത്ഭുതങ്ങൾ നടന്ന, കടങ്ങൾ മാറിയ, വഴി തുറന്ന, ജോലി കിട്ടിയ, പ്രസവിക്കൂല, കുടൽ ചുറ്റിക്കിടക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് സുഖപ്രസവം തന്നെ നടന്നു. ഡോക്ടർ വരെയും ഞെട്ടിപ്പോയി. അതുകൊണ്ട് ഡോക്ടർമാർ വരെയും പ്രാർത്ഥിക്കാൻ പറയുകയും പ്രാർത്ഥിക്കാനായിട്ട് വിളിപ്പിക്കുകയും ഒക്കെ പോയി പ്രാർത്ഥിച്ച പല അത്ഭുതങ്ങളും പല രോഗികളുടെ കാര്യത്തിലും. ആ സുഹൃത്ത് ഇന്നാളൊരു ശുശ്രൂഷ എന്നോട് പറഞ്ഞു, ആദ്യം നെളിയണ്ട, അപ്പം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ നേടിയെടുത്ത ആ കൃപയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇന്നും ഈ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഒന്നും പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നില്ല, ഉറപ്പിച്ച് പറയാം. അതുപോലത്തെ ദൈവത്തെ അറിഞ്ഞ നിമിഷം മുതൽ 15 വർഷം ദൈവത്തെ വിളിച്ച് ഇറക്കി അനുഗ്രഹിച്ചാലല്ലാതെ വിടുകയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന ഒരു തപസ്സാക്കി മാറ്റി പ്രാർത്ഥിച്ചാണ് അപ്പൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയത്. അപ്പോൾ ഇതാ ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ്. ജെറമ്യാ 2:13. ആര്? അവിടുന്ന്. ഈ കാര്യം മറക്കരുത്. മത്തായി 15, 18, 19. എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അപ്പോൾ ഹൃദയം നന്മതിന്മകളുടെ ഇരിപ്പിടമാണ്. അവിടെ നിന്ന് നല്ലത് വന്നോ ചീത്ത വന്നോ നമ്മളതിന് മറ്റുള്ളവരുടെ തകർച്ചകൾ കാണുമ്പോൾ സന്തോഷിക്കാനല്ല, അവരെ സഹതപിക്കാൻ, അവരെ വിധിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ ഓർത്ത് കരയാൻ, പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ളൊരു വിളിയാണ് എനിക്ക് നിങ്ങൾക്ക്. ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. മത്തായി 12:34 പറയുന്നുണ്ട്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അത് ഹൃദയം തിരുമുറിവോട് ചേർത്താൽ, തിരുഹൃദയത്തോട് ചേർത്താൽ
ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ഗലാത്യ 5:22 സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, അപ്പോൾ ജീവിത പരിവർത്തനം ഉണ്ടാകും. കുടുംബം വിശുദ്ധീകരിക്കപ്പെടും. പിശാച് വിട്ടുപോകും. ബന്ധനങ്ങൾ അഴിയും. പ്രാർത്ഥന കേൾക്കും. അവിടുത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കും. നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. ഓ യേശുവേ, ഇന്ന് ഈ വചനം കേട്ടവർ, ഈ വചനം കേട്ട് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവർ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ കർത്താവ് കൂടെ നടന്ന് വചനം പങ്കുവച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നല്ലോ. ഇന്ന് ഈ വചനം കേട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ജ്വലനം തരണമേ. കരിക്കട്ട തീക്കട്ടയോട് ചേർത്ത് വെക്കുമ്പോൾ കരിക്കട്ട തീക്കട്ടയായി മാറുന്നത് പോലെ, കരിക്കട്ടയായിട്ട് വരുമ്പോൾ അതിനിരിക്കുമ്പോൾ അതിന് വലിയ വിലയൊന്നുമില്ല. കരിക്കട്ട തീക്കട്ടയോട് ചേർന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ മൂല്യം വലുതാകുന്നത്. കരിക്കട്ട തീക്കട്ടയായി മാറും. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് തീ പിടിപ്പിക്കണമേ, ജ്വലിപ്പിക്കണമേ. ദൈവഭക്തിയും വിശ്വാസവർദ്ധനവും തരണമേ. ഞങ്ങളിൽ പലരും വന്ന ഭക്തരും വിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും കൂദാശകളെ തള്ളിപ്പറയുന്നവരും ഒക്കെ ഞങ്ങളുടെ കുടുംബങ്ങളിലും അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് മാനസാന്തരം കൊടുക്കണമേ. കുമ്പസാരിച്ചിട്ട് ഒത്തിരി നാളുകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വീട്ടിലെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനുള്ള മടുപ്പും പ്രാർത്ഥനാ സമയമാകുമ്പോൾ ഇറങ്ങിപ്പോകുന്ന സ്വഭാവവും എല്ലാ കെടുതിക്കും നാശത്തിനും ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. ദൈവം നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ കുടുംബത്തിൽ സമീപസ്ഥമാകുന്ന, എഴുന്നള്ളി വരുന്ന, എരിഞ്ഞടങ്ങുന്ന നേരത്ത് പള്ളിമണി മുഴങ്ങുമ്പോൾ എത്രയോ വിശുദ്ധന്മാർ ആ പള്ളിമണി മുഴങ്ങുന്ന അവസരങ്ങളിൽ സമാധിയിൽ അടഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നവർ തൊട്ടുണ്ട്. ഈശോയുടെ ചിത്രം കാണുമ്പോൾ ഭക്തിയാദരവ് പ്രകടിപ്പിച്ചിരുന്നവരുണ്ട്. ഇന്ന് ഒരു ഭക്തിയുമില്ല, ഒരു ആദരവുമില്ല. ഞങ്ങളിൽ നിന്ന് അതെല്ലാം എടുത്തു മാറ്റി ഈശോയെ ഹൃദയത്തോട് ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ കുടുംബത്തെ ചേർത്ത് വിശുദ്ധീകരിക്കണമേ. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മകൾ വലിയ വേദനയില്ല, വലിയ ദുഃഖത്തിലാണ്. തിരുരക്തം കൊണ്ട് കഴുകി ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ. തോമാശ്ലീഹായുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ച് തിരുഹൃദയമേ, ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാനായിട്ട് അവന് കൃപ കൊടുത്തതുപോലെ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാമെന്ന് തോമാശ്ലീഹയോട് പറഞ്ഞതുപോലെ അവിശ്വാസത്തിൻ്റെ അരൂപികളെ ബന്ധിക്കണമേ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുക പൊട്ടട്ടെ. ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ ആശീർവദിക്കപ്പെടട്ടെ. മുടക്കം വന്നിരിക്കുന്ന കുടുംബ പ്രാർത്ഥനകൾ ഇന്നു മുതൽ മുടക്കം കൂടാതെ പ്രാർത്ഥിക്കാൻ, വചനത്തെ ചോദ്യം ചെയ്യുന്ന, ധിക്കരിക്കുന്ന, തള്ളിപ്പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഈ ലോക സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്. താൽക്കാലിക കാര്യങ്ങൾ, മടുപ്പ്, കോട്ടവ, ക്ഷീണം, മന്ദഭക്തിയിലേക്ക് ഞങ്ങളെ തള്ളിവിടുന്നെങ്കിൽ കർത്താവെ, ഒരു ജീവിത നവീകരണം വഴി ഇന്നു മുതൽ മാറ്റം വരുത്തി തിരുരക്തത്താലെ കഴുകി തീഷ്ണതയുള്ള ഭക്തരാക്കി ഞങ്ങളെ മാറ്റണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ. പാപികളുടെ മാനസാന്തരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് വേദനിക്കുന്നവരുടെ ആശ്വാസത്തിനും സൗഖ്യത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി അപകടങ്ങളിലും മറ്റും മരിച്ചുപോയവരും ആത്മഹത്യ ചെയ്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് വിഷമിക്കുന്നവരും ആരും പോലും പ്രാർത്ഥിക്കാനില്ലാത്തവർക്ക് വേണ്ടി എല്ലാം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. പരിശുദ്ധാമ്മ മാതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ വചനം, ഈ പ്രാർത്ഥന നിങ്ങൾക്ക് പ്രയോജനകരമെങ്കിൽ ഇതാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക. നിങ്ങളുടെ ഷെയറുകളും കമൻറ്റുകളും ലൈക്കുകളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും കമൻറ്റുകളിലേക്ക് അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഓർക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഓർക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തണമേ. സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ എല്ലാ ശുശ്രൂഷകളോടും ചേർത്ത് സമർപ്പിക്കുന്നു. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.